മുണ്ടത്തിക്കോട് ദുരന്തത്തിന് പിന്നാലെ നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരം നടത്താൻ ധാരണ. വെടിക്കെട്ട് ഒഴിവാക്കി കുടമാറ്റത്തിന് സമയപരിധി നിശ്ചയിച്ച് പൂരം നടക്കും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ചെറുപൂരങ്ങൾ, മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, പകൽപൂരമെല്ലാം പതിവ് പോലെ നടക്കും. കുടമാറ്റം ഒഴിവാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തോട് ദേവസ്വങ്ങൾ പക്ഷേ യോജിച്ചില്ല. ആചാരപരമായി നടക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നടക്കും. അതിൽ രണ്ട് കാര്യത്തിലാണ് വ്യത്യാസമുള്ളൂ. ഒന്ന്, വെടിക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കും. കുടമാറ്റം നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്തു. ഏറ്റവും വലിയൊരു ആർഭാടം എന്ന് പറഞ്ഞാൽ കുടമാറ്റമാണ്. 60-70 സെറ്റ് കുടകൾ മാറാറുണ്ട്. അത് ചുരുക്കി ഒരു 15 സെറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. പ്രൗഢി കുറച്ച് എല്ലാ ആചാരങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നടക്കും. അതിൽ വെടിക്കെട്ടുണ്ടാവില്ല. 4-5 കുടകൾ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൗഢി പോവാത്ത തരത്തിൽ നമ്മളത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കും. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചമവളപ്പിൽ, ഇന്നിപ്പോൾ ഗിരീഷിന്റെ മൃതദേഹം കൂടി അവിടെ നിന്ന് മുണ്ടത്തിക്കോട് നിന്ന് കണ്ടെത്തിയിരുന്നു. തിരുവമ്പാടിയിലെ ദേവസ്വം അംഗം കൂടിയാണ് ഗിരീഷ്. മരണസംഖ്യ 14 തുടരുന്നു. 4 പേർ ഇപ്പോഴും ക്രിട്ടിക്കലായ അവസ്ഥയിൽ തന്നെയാണ്. ദേവസ്വം പ്രതിനിധികൾ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ നിയന്ത്രണങ്ങളോടെ പൂരം നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ആദ്യം വെടിക്കെട്ട് വേണമെന്ന് ദേവസ്വങ്ങൾ തീരുമാനമെടുത്തെങ്കിലും സർക്കാർ അതിനോട് യോജിക്കാതായപ്പോൾ അവർ അതിനോട് സഹകരിക്കുകയാണ് ഉണ്ടായത്. സർക്കാർ കുടമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വെച്ചു. അനാർഭാടമായി ചടങ്ങുകൾ മാത്രം നടത്താമെന്ന നിർദ്ദേശത്തോട് ദേവസ്വം ബോർഡ് യോജിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും ഇരുവരും തമ്മിൽ സമവായമുണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് നടന്നതും അത് സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് പോയതും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച 2 നിർദ്ദേശങ്ങൾ, ഒന്ന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുക, മറ്റൊന്ന് കുടമാറ്റവും ഒഴിവാക്കുക എന്നതായിരുന്നു. പക്ഷേ കുടമാറ്റം ഒഴിവാക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വ്യക്തമാക്കിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റ് മാത്രമായി ചുരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കുടമാറ്റം. മറ്റെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ ആഘോഷമായി തന്നെ തൃശൂർ പൂരം നടക്കും. അതായത് ഇലഞ്ഞിത്രമേളവും മഠത്തിൽ വരെ ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും ഗംഭീരമായി തന്നെ നടത്താനാണ് നിലവിലെ തീരുമാനം. ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തിയത് വലിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. 3 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള അവർ മാത്രമല്ല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ തൃശൂർ പൂരം അതിഗംഭീരമായി നടക്കും. വെടിക്കെട്ട് ഒഴികെ കുടമാറ്റം പരിമിതപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.